തൊലി വേണ്ട പഴം എന്റെ ചെട്ടിട്ട് വിട്ടോ വീഡിയോ എടുത്ത് ടേസ്റ്ററെ അങ്ങനെ നമ്മള് ഒറ്റക്കൊമ്പനെ സ്പോട്ട് ചെയ്തിരിക്കാൻ കുറച്ച് റിവേഴ്സ് എടുത്തിരിക്കാം. മനസ്സിലാവില്ല ചെറുതുണ്ടായിരുന്നു വരൂട്ടെ എങ്ങനെ ഓടി വരൂട്ടോ. ഇനി ഇപ്പുറത്തുനിന്ന് വേറെ ഉണ്ടാന്ന് നോക്കട്ടെ. ചെറിയാനുണ്ട് കുട്ടിയാണ് സൂപ്പറാണ് നമ്മള് പുറകെ വന്ന വൈറൽ സ്ഥലം മസനഗുടി വഴി ഊട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വയൻശാശ പള്ളിയിലെ കാട്ടുപോത്ത് ആ പന്നിയാടാ അങ്ങനെ അത് വണ്ടിയുടെ എടുക്കാൻ വേണ്ടി കിട്ടണ്ടേ അങ്ങനെ പോട്ടേക്ക് എല്ലാം പോട്ടേക്ക് അപ്പൊ നമ്മള് ഫസ്റ്റ് അത് നീ കണ്ണാടി നോക്കിയാ മതി. അതാ ലേറ്റായി വന്നു. എന്റെ പൊന്ന് കൊമ്പൻ അതിന് ഇങ്ങോട്ട് ഓടി വരും. നമ്മള് വലിയ വലുത് കുറെ ഉണ്ടല്ലോ. പോയിരുന്നു എങ്കിൾ ഹായ്. അവിടെ നോക്കി നോക്കണം, അങ്ങോട്ട് നോക്കിയിരുന്നോ. എന്തൊക്കെയാ ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ടാണ് അവർക്ക് ഒരു പെണ്ണി പോലെ സിംഹാലം വരുന്നുണ്ട്. കണ്ടു 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 പുള്ളിമാൻ ഗോഗു. കലാനിശ്രീ മുജീബ്, അബുദാബി ജസീർ, കലാകേന്ദ്ര ഷാനു, റയാൻ, എല്ലാവരും കൂടി മസനഗുടി വഴി ഊട്ടിയിലേക്ക്. എന്റെ വാപ്പാടാ മെനഹട്ടാണ്. നീയല്ലേ ഞാൻ നിന്നെ എടുത്തോണ്ടിരിക്കണം. അപ്പൊ കൊരങ്ങന്ന് ജസീർ മോനാണ് എന്റെ.
പോ. ഉന്തടേ അയ്യോ ഉന്താ ആ കൊരകരന്റെ കൂട്ടുകാരനാ അവന്റെ പേര് ഉറക്കപ്പാട് മങ്കിണ്ടാണ് കട്ടുവേണ്ട താഴത്തേക്ക് ടൂർ പോകണ ഞങ്ങള് വരൂ. ഞങ്ങള് വയനാടിൻ്റെ മണ്ണിലൂടെ ചെറിയൊരു ഫോറസ്റ്റിലേക്ക് പോവാണ് ഗൈസ്. സത്തു സക്കു ആടി ജാക്ക് ഫ്രൂട്ട് വന്ന ജാക്ക് ഫ്രൂട്ട് വന്ന ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട്. ഒന്നൊന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നെങ്കിലും അടുക്കളയിൽ ഒരു അസ്സലാമു അലൈക്കും പറയാൻ പറ്റണം. ചട്ടിയും പാത്രമൊക്കെ അവിടെ ഇരിക്കണാണ്ട് നമുക്കൊന്ന് ചിരിച്ചിങ്ങാണ്ട് ഇറങ്ങാൻ പറ്റണം. കാരണം ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്. നിങ്ങളതിന് 10,000-കണക്കിന് രൂപ ചെലവാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ചെറിയ തോതിലെങ്കിലും ചെറിയ പൈസക്കും കിട്ടുമല്ലോ ഭക്ഷണം. അങ്ങനെ ഭാര്യ മക്കളെയും കൊണ്ടൊന്ന് ഔട്ടിങ്ങിന് പോകണം. അല്ലാതെ 24 മണിക്കൂറും കച്ചവടം
ഞാൻ കച്ചവടം ഒഴിവാക്കിയിട്ട് എങ്ങനെ പോയി? കച്ചവടമാർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാ. അവസാനം കച്ചവടമൊക്കെ കഴിഞ്ഞ് 55-60 വയസ്സാകുമ്പോൾ നമുക്കൊന്ന് പെരയിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ട്. കാരണം ഒറ്റ ദിവസം പോലും മക്കളെ കൂടെ ടൂർ പോയിട്ടില്ല, ഒറ്റ ദിവസം പോലും മക്കളെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരു പിതാവായാലും എന്ത് ചെയ്യും? ഒരു ദിവസം പീടി അടച്ചിട്ടാണെങ്കിൽ അതിനുള്ള നഷ്ടം വന്നോട്ട് അതിലും വലിയ ലാഭം മക്കൾ എത്തുന്നുണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം ഇരിക്കണം. നിങ്ങൾ ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയാം. എന്നിട്ട് ഈ ഉപദേശം എന്ന് പറയുന്ന സാധനം ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ മതി. അല്ലാതെ ദിവസത്തിൽ ഇങ്ങനെ